നമ്മളെ ഈ നിലയിൽ എത്തിച്ച മനുഷ്യരില്ലേ ഇല്ലേ? അത് നിങ്ങൾക്ക് നങ്ങേലിനെ അറിയോ? നങ്ങേലിയെ പരിചയമുണ്ടോ? നങ്ങേലിയെ പരിചയമുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ചേർത്തലക്കാരിയാ. ചേർത്തല ജനറൽ സെക്രട്ടറിയുടെ നാട് കേട്ടില്ലേ? ചേർത്തല വൈദ്യത്തിനടുത്ത അല്ലെ സഹോദരി? അവിടെ നങ്ങേലിയല്ലേ? എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് തന്നെ ഇവർക്കറിയാം, അമ്മയ്ക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞത് നങ്ങേലിയുടെ ഒക്കെ കാലഘട്ടത്തിൽ മനുഷ്യർക്കുണ്ട നികുതികളുടെ എണ്ണം ആർക്കെങ്കിലും അറിയാമോ? ഏകദേശം 105 105 തരം നികുതികളുണ്ട് സുഹൃത്ത്. അതിൽ ഒന്ന് പുരുഷൻ മുടി ഇങ്ങനെ കെട്ടിയാൽ അതിന് നികുതിയുണ്ട്. പിന്നെ നമുക്ക് അന്നത്തെ ഈഴവർ തെക്കുള്ള ഇവിടെയുള്ള തീയർ എന്ന് പറയുന്നവർക്ക് ഒരു പ്രധാന ജോലി എന്ന് പറയുന്നത് തെങ്ങിന്റെ മുകളിൽ കയറുക, പനേന്റെ മുകളിൽ കയറുകയല്ലേ അല്ലെ? അതിലൊരു ഏണി എന്ന് പറഞ്ഞാൽ അതാണ്. ഇങ്ങനെ നിങ്ങളും അത് തന്നെയാണോ പറയുന്നത്? എന്റെ പേര് ഏണി എന്നാണോ? ലാഡർ മുസ്ലിം ലീഗിന്റെ ചിഹ്നമല്ല, മറ്റേ ഇങ്ങനെ കയറി മുള കൊണ്ടുള്ള അതിന് നികുതി കൊടുക്കുന്നത് കൊണ്ടുപോകുന്നതിന്. ഇനി ഇതെല്ലാം കൂടെ പറഞ്ഞ നേരല്ല. അങ്ങ് 105 തരം നികുതികളുണ്ട്. ഭീകരമാണ്, അത് മനുഷ്യത്വരഹിതമാണ്, ഹീനമാണ്, ലോകത്തിൽ എവിടെ ഇല്ലാത്തതാണ്. അതിൽ ഒരെണ്ണമാണ് സ്ത്രീകളുടെ മാറിടത്തിന്. മാറിടം പറഞ്ഞാൽ അത് അന്ന് വെച്ചാൽ വസ്ത്രം ധരിക്കുന്ന എത്ര നിങ്ങൾക്ക് അതൊക്കെ അറിയുന്നില്ല, എല്ലാവർക്കും അറിയുന്നത്. എത്രയാ? അരയ്ക്ക് താഴെ മുട്ടിന് മുകളിൽ മാത്രം. ഇതൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ, ഇല്ലാത്തതൊന്നും പറയുന്നില്ല. ഏതായാലും ഇങ്ങനെ ഒരു അവസ്ഥയില് ഈ നികുതി പിരിക്കാൻ വന്ന ഈ അധികാരിയോട് നങ്ങേലി പറഞ്ഞ് ഞാൻ തരൂല. നങ്ങേലിയുടെ ഈ മാരടത്തിന് നികുതി ചോദിക്കുന്നത് ഇത്ര ഹീനമായ, ഇത്രയും വൃത്തികെട്ട ഈ സംഗതി അവർക്ക് ബോധമുണ്ടായി, അറിവുണ്ടായി. അവർ പറഞ്ഞു ഞാൻ തരില്ല എന്ന് പറഞ്ഞു. തരില്ല, നീ നൽകേണ്ടി വരും, നിനക്ക് രാജാവിന്റെ ശിക്ഷ ഏൽക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ആര് ശിക്ഷിച്ചാലും ഞാൻ തരൂലടാന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് വിവരം അറിയിച്ചു, പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ ആളെ വിട്ടു. നങ്ങേലിയുടെ കുടിലിന് മുറ്റത്ത് അന്ന് വീടില്ലല്ലോ, കുടിലല്ലേ, ചാള കുടില്. അങ്ങനെ അവർക്ക് വീടിനൊന്നും പറയാൻ പറ്റത്തില്ല. ആ കുടിലിന് മുമ്പിൽ വന്നിട്ട് വിളിച്ച് നങ്ങേലി അവിടെ നിന്ന് ഇറങ്ങി വരാൻ പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. വേഗം തന്നെ രാജസന്നിധിയിൽ ഹാജരാവണം, നീ ധിക്കാരിയാണ്, നികുതി അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നികുതി കൊടുക്കാൻ സത്യമല്ല, ഞാൻ വരില്ലടോ എന്ന് പറഞ്ഞു. നിങ്ങളെ കൊണ്ട് തന്നെ നികുതി അടപ്പിക്കാനും കഴിയില്ല, അതിന് വേറെ ആളെ നോക്കണം എന്ന് പറഞ്ഞു. എന്നാൽ നീ ഞങ്ങൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. എന്നാൽ അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. അവരകത്തേക്ക് കയറിയിട്ട് മൂർച്ചയേറി അരിവാളെടുത്ത് കൊണ്ടുവന്ന് 2 മാരടങ്ങളും മുറിച്ച് അവരുടെ മുന്നിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്തിട്ട് രക്തം വാർന്ന് വീണു മരിച്ച ഒരു ധീരയായ പോരാളിയുടെ പേരാണ് നങ്ങേലി. ആ നങ്ങേലി നയിച്ച പോരാട്ടത്തിന്റെ അലിവുകളിലാണ് പിന്നീട് നമുക്ക് മേൽവസ്ത്രം ധരിക്കാൻ രാജാവ് നിവൃത്തിയില്ലാതെ ഉത്തരവിടേണ്ടി വന്നത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഈ പറയുന്ന വസ്ത്രം ധരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമിക്കേണ്ടത്, ഓർക്കേണ്ടത് നങ്ങേലിയാണ്. ആ കാര്യമാണ് ഗുരു പറഞ്ഞത്, നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്. സഹോദരി മറക്കൂലല്ലോ. എന്താ കുട്ടീന്റെ പേര്? ഉറപ്പല്ലേ?